ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങൾ കാണാനില്ല. പാറശാല മഹാദേവ ക്ഷേത്രത്തിലെ ലോക്കറിൽ നിന്നാണ് സ്വർണം, വെള്ളി ആഭരണങ്ങൾ കാണാതായത്. തിരുവാഭരണ കമ്മീഷന്റെ പരിശോധനാ റിപ്പോർട്ട് 24-ന് ലഭിച്ചു. റിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, ഈ ആഭരണങ്ങൾ കാണാതായി എന്നുള്ളത് തിരുവാഭരണ കമ്മീഷന്റെ പരിശോധനയിൽ മാത്രമാണോ വ്യക്തമായത്? മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രവിധ, നെയ്യാറ്റിൻകര ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിലുള്ള 20ഓളം ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങളാണ് കാണാനില്ല എന്നുള്ള ദേവസ്വം തിരുവാഭരണ കമ്മീഷണറുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് 24 പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. നെയ്യാറ്റിൻകര ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിലെ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയാഭരണങ്ങൾ, സ്വർണ്ണക്കട്ട, വെള്ളി തിരുമുഖങ്ങൾ എന്നിവയാണ് കാണാതായത്. ഈ നെയ്യാറ്റിൻകര ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത് പാറശാല മഹാദേവർ ക്ഷേത്രത്തിലെ ലോക്കറിലാണ്. ഈ ലോക്കറിൽ നിന്നാണ് ഈ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ തിരുമുഖങ്ങളും ഒക്കെ തന്നെ കാണാതായത് എന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നത് തിരുവാഭരണ കമ്മീഷണർ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണം വേണമെന്നുള്ളതാണ്. ഈ മേൽശാന്തി ഉൾപ്പെടെ, ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തി ഉൾപ്പെടെ തിരുവാഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതടക്കം കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഓരോ ക്ഷേത്രങ്ങളുടെയും കണക്കുകൾ നോക്കുകയാണെങ്കിൽ പാറശാല മഹാദേവർ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കട്ടി, അതുപോലെ തന്നെ മുരിയങ്കര ക്ഷേത്രത്തിലെ സ്വർണ്ണ മുദ്രപ്പൊതി, കേളേശ്വരം ക്ഷേത്രത്തിലെ സ്വർണ്ണഗോപി, കുട്ടപ്പന ക്ഷേത്രത്തിലെ വീരചക്രം, അങ്ങനെ തുടങ്ങി 20ഓളം ക്ഷേത്രങ്ങളിലെ സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ, തിരുമുഖങ്ങൾ എന്നിവയാണ് കാണാതായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് തിരുവാഭരണ കമ്മീഷണർ. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രവിധ, തീർച്ചയായും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.